എനിക്ക് BJP പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രമേശ് ചെന്നിത്തല സാർ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ ഒരു DYSP ഓഫീസ് കൊണ്ടുവന്നില്ല. എൻ്റെ ഒരു അറിവിൽ DYSP ഓഫീസ് അനുവദിക്കുന്നത് ഒരു പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലെയും ജനങ്ങളുടെയും ഒരു ജനസംഖ്യ അനുപാതത്തിലാണ്. അദ്ദേഹം ഇവിടെ ജനങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ട ഫയർഫോഴ്സ് കൊണ്ടുവന്ന ഒരു നേതാവാണ്. ഹരിപ്പാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് ഫയർഫോഴ്സാണ്. ആ ഫയർഫോഴ്സ് കൊണ്ടുവന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ DYSP ഓഫീസ് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകൾ ജനസംഖ്യാ അനുപാതത്തിൽ മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതറിയാതെയൊന്നുമല്ല അങ്ങ് ഈ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ആരോപണം വന്നു, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന ആളാണ് രമേശ് ചെന്നിത്തല. അത് അട്ടിമറിച്ചതാരാണ്? ഒരു സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാർ കാലത്ത് മെഡിക്കൽ കോളേജിന് വേണ്ടി സ്ഥലമെടുത്തു. കഴിഞ്ഞ UDF സർക്കാർ അത് അനുവദിക്കുകയും അതിനുശേഷം അത് അട്ടിമറിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ്. അതുപോലെ കുടിവെള്ളത്തിന്റെ കുടിവെള്ളം എന്തുകൊണ്ട് വൈകി എന്നുള്ളതിനെ പറ്റി അങ്ങ് അന്വേഷിച്ചു. ഹൈക്കോടതിയിൽ കേസ് കിടന്നതുകൊണ്ടാണ് അത് ഇത്രയും വൈകിയത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ബന്ധപ്പെട്ട് അങ്ങോട്ടല്ല പറയാം, താങ്കൾക്ക് അഭിപ്രായം പറയാം. യെസ്, ഇപ്പൊ DYSP ഓഫീസ് വേണ്ട. അല്ല, ഹരിപ്പാട്ട് കൂടുതൽ തീപിടുത്തം നടക്കുന്നതുകൊണ്ടായിരിക്കും ഫയർഫോഴ്സ്. എനിക്കറിയില്ല രമേശ് ചെന്നിത്തല എവിടെയാണ്. അപ്പോൾ ഹരിപ്പാട്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. മറുപടി പറയട്ടെ. ചോദ്യം ചോദിച്ചു, ചോദ്യത്തിന് മറുപടി വേണ്ടേ? അല്ല, നിങ്ങൾ കേൾക്കില്ല. ചോദ്യത്തിന് മറുപടി വേണ്ടേ? ചോദ്യത്തിന് മറുപടി വേണോ? ചോദ്യത്തിന് മറുപടി വേണോ? അല്ല, മറുപടി വേണോ? ശരി, ചോദ്യത്തിന് മറുപടി. അല്ല, അങ്ങ് പറഞ്ഞ ലോജിക്ക് പോവല്ലേ ചേട്ടങ്ങ് വാ. അങ്ങ് പറഞ്ഞ ലോജിക്ക് ഞാൻ കടമെടുത്തുകൊണ്ട് തിരിച്ചു പറയാം. ഇപ്പോൾ ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് DYSP ഓഫീസ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കുന്നത്, തർക്കമില്ലല്ലോ. ഹരിപ്പാട് മുനിസിപ്പാലിറ്റി രൂപീകരിക്കാൻ മുൻകൈ എടുത്ത് ഇന്ന് ഞാൻ പോകുന്ന കേരളത്തിലെ 87 മുനിസിപ്പാലിറ്റികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനം 86ആണ്. ആകെയുള്ള 87 മുനിസിപ്പാലിറ്റികളിൽ 86ാമത് റാങ്കാണ് ഹരിപ്പാട് മുനിസിപ്പാലിറ്റിക്കുള്ളത്. അല്ലത് കേൾക്കൂ. അപ്പോൾ ഇതൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വഭാവമുള്ള നികുതി വളരെ കുറഞ്ഞിരുന്ന ഒരു പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയാക്കി ജനങ്ങളുടെ മേൽ അധിക നികുതി ഭാരം ഏർപ്പെടുത്തി എന്നുള്ളതല്ലാതെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റി കൊണ്ട് ഏത് മനുഷ്യൻ എന്ത് പ്രയോജനമാണ് സാർ ഉണ്ടായത്? ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ സാധനം, ഞാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ പെർഫോമൻസ് ഓഡിറ്റ് മുഴുവൻ വായിച്ച ഒരാളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. 100 കണക്കിന് കോടി രൂപ ലാപ്സ് ആക്കിയ ഒരു ഭരണസമിതിയാണ് നിങ്ങളുടെ ഭരണസമിതി. അങ്ങൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ, എനിക്കറിയില്ല CPM ആണോ കോൺഗ്രസ് ആണോ എന്ന്, 100 കണക്കിന് കോടി രൂപയാണ് ഹരിപ്പാട് മുനിസിപ്പാലിറ്റി കേന്ദ്ര പദ്ധതികളടക്കം പാഴാക്കി കളഞ്ഞത്. ABC പദ്ധതി, ആനിമൽ ബർത്ത് കൺട്രോൾ, ഹരിപ്പാട് നഗരസഭയിൽ അട്ടിമറിക്കപ്പെട്ടു. ശുചിത്വം, ഹരിപ്പാട് നഗരസഭയിൽ പദ്ധതി നടപ്പായിട്ടില്ല. കിടപ്പ് രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം പോലും അടിച്ചു മാറ്റിയവരാണ് ഹരിപ്പാട് നഗരസഭ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ വികസനത്തിന്റെ വായ്ത്താളമൊന്നും വേണ്ട. ഹരിപ്പാട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ജനങ്ങൾ പറയട്ടെ. ഈ ജനങ്ങൾ പറയട്ടെ. നമ്മൾ വെറുതെ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു എന്ന് പറയുന്ന പോലെ ഹരിപ്പാട് നഗരസഭയിലടക്കം ഒരു വികസനവും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.